ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൈക്രോഗ്രീൻ റെസിപ്പി ആയിട്ടാണ്. മേത്തി പറാത്ത, ഉലുവയില പറാത്ത. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉലുവ എങ്ങനെയാണ് മുളപ്പിച്ചെടുക്കേണ്ടതെന്നും അത് വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഉലുവ മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് ഓവർനൈറ്റ് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതൊരു നനഞ്ഞ തുണിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുതിർത്തി എടുത്തിട്ടുള്ള ഉലുവ നനഞ്ഞ തുണിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2-3 ദിവസം വെക്കണം. അപ്പോൾ ഇതൊന്ന് മുള പൊട്ടിയിട്ടുണ്ടായിരിക്കും. അതിന് ശേഷമാണ് നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഡെയിലി തുണി നനച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 3 ദിവസത്തിന് ശേഷം കണ്ടോ ഉലുവ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളപ്പിച്ചെടുത്തുള്ള ഉലുവ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഡേറ്റ്സിൻ്റെ ബോക്സാണ് കേട്ടോ. ഇതിന് പകരം ഗ്ലാസ് ബൗളോ അല്ലെങ്കിൽ ട്രേയോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. അപ്പോൾ അതുപോലെ മടക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഒരു 3-4 ടിഷ്യൂ പേപ്പർ വേണ്ടി വരും കേട്ടോ. അതുപോലെ തന്നെ ബോക്സിന് അടിഭാഗം കണ്ടു അതുപോലെ ഫില്ല് ചെയ്തിട്ട് വെക്കുക കേട്ടോ. ഗ്യാപ്പില്ലാതെ ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് വെക്കുക. ഇനി മുളപ്പിച്ചെടുത്തിട്ടുള്ള ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുക്കാനും പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. ഈ ടിഷ്യൂ നനയാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ബോക്സിന് അടിഭാഗത്ത് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല കേട്ടോ. ഡെയിലി 3 നേരം നനച്ച് കൊടുക്കുക. പിന്നെ വീടിനകത്ത് വെക്കുമ്പോൾ വിൻഡോ സൈഡിൽ വെക്കാൻ നോക്കുക കേട്ടോ. സൂര്യപ്രകാശം ഉള്ളിടത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞതിന് ശേഷം കണ്ടോ ഇതുപോലെ 2 ഇലയൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ഇതിപ്പോൾ ഒരു 8 ദിവസമൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരിക്കും. പിന്നെ കൂടുതൽ ദിവസം വയ്ക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് അത് ആഹാരത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ നോക്കാം. അപ്പോൾ ഞാൻ ഉലുവയില പറാത്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ വേര് അല്ലാതെ ബാക്കിയുള്ള ഇലയും തണ്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ 2 ബോക്സിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം. വീടിനകത്ത് വെച്ചതാണെങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലത്തെ സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കഴുകിയെടുക്കാൻ പറ്റും. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി പറാത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഞാൻ 150 ഗ്രാം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 50 ഗ്രാം കടലമാവ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ അയമോദകം ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഡ്രൈ മേത്തി ഉണ്ടെങ്കിൽ അതുപോലെ കയ്യിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തൈരും കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉലുവയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവയിലയിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. മാവ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം വീണ്ടും നമ്മൾ മാവ് എടുത്തിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി മാവിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ബൗളാക്കിയതിന് ശേഷം നന്നായിട്ട് പരത്തിയെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. ചെറിയ ഒട്ടലുണ്ടായിരിക്കും. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് ഇട്ടതിന് ശേഷം പരത്തിയെടുക്കുക കേട്ടോ. ബാക്കിയുള്ള മാവ് ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് പറാത്ത ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ തവ ചൂടാക്കിയിട്ടുണ്ട്. ഇതിൽ ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തവ നല്ല ചൂടുണ്ടായിരിക്കണം. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 സൈഡ് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഓയിൽ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് 2 സൈഡ് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ഉലുവയില പറാത്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക കേട്ടോ. നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ഉലുവയിലേക്ക് കിട്ടാത്ത സ്ഥലങ്ങളിൽ ഇതുപോലെ ഉലുവ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ കുതിർത്തിട്ട് ഇതുപോലെ മുളപ്പിച്ചിട്ട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്